വെൽക്കം ബാക്ക് ടു വിനീസ് വേൾഡ്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ബനാന കബാബ്സ് ആണ്. പച്ചക്കായ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു 4 പച്ചക്ക മീഡിയം സൈസിലുള്ള എടുത്തിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയേറ്റി എടുത്തേക്കുവാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ ഒരു പാത്രം കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മീതെ വെച്ചിട്ട് 4-5 വിസിൽ വേപ്പിച്ചാൽ മതി. ഇതിൻ്റെ കൂടെ 2 ഉരുളൻകിഴങ്ങും കൂടി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. 2ൻ്റെയും തൊലി കളഞ്ഞ് വെച്ചേക്കുവാണ്. ഇപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് കൈ കൊണ്ട് പൊടിക്കാൻ പറ്റും. കായ ഒരു പാത്രം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാഷർ ഉപയോഗിച്ചോ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 പച്ചമുളക് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് പൊടിയായി അരിഞ്ഞതാണ്, 1 സവാള അതും പൊടിയായി അരിഞ്ഞതാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ വരെ ഇതിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് എണ്ണ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടായി വരുമല്ലോ നമ്മൾ ഈ ഷേപ്പ് ചെയ്തിരുന്ന സമയം കൊണ്ട്. ഞാനൊരു പരന്ന പാത്രമാണ് എടുത്തേക്കണത്. കബാബ്സ് അല്ലേ, അപ്പോൾ 2 വശം തിരിച്ച് മറിച്ചിട്ട് വറുത്തെടുത്താൽ മതിയല്ലോ. ഇങ്ങനെ 2 കൈ കൊണ്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ എല്ലാം ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നമ്മൾ മീഡിയത്തിലാണ് കേട്ടോ വെച്ചേക്കണത്. ഇപ്പോൾ ആദ്യം ഇട്ടതൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കൈ പൊള്ളാതെ വേണം കേട്ടോ അത് ചെയ്യാനായിട്ട്. എനിക്കിപ്പോൾ ആകെ 9 കബാബ്സാണ് കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ആദ്യം ഇട്ടതൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്ത് മാറ്റാം കേട്ടോ നമുക്കിതിൽ നിന്ന്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാനിത് കൊണ്ടേ വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ബാക്കി തീർന്നത് ഞാൻ അറിഞ്ഞില്ല. അത്രയും പെട്ടെന്ന് തീർന്നു പോയായിരുന്നു. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.